കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അതിർത്തിയിൽ താലിബാനെതിരെയും രണ്ട് മുന്നണികളിലായി നടക്കുന്ന യുദ്ധത്തിന് പാകിസ്ഥാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും പ്രകോപനപരമായ പ്രസ്താവന ഇറക്കി. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ ആസിഫ് പറഞ്ഞു, രണ്ട് മുന്നണികളിൽ നിന്ന് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അഫ്ഗാനെതിരെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ആദ്യ റൗണ്ടിൽ അള്ളാഹു ഞങ്ങളെ സഹായിച്ചു, രണ്ടാം റൗണ്ടിൽ അവൻ ഞങ്ങളെ സഹായിക്കും. ഇസ്ലാമാബാദിൽ ചൊവ്വാഴ്ച നടന്ന ചാവേർ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന, ചാവേർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തു. ഇന്ത്യൻ പിന്തുണയോടെ സജീവമായ ഗ്രൂപ്പുകൾ ഞങ്ങളെ ആക്രമിക്കുന്നു, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആരോപിച്ചപ്പോൾ ബോംബാക്രമണത്തിലൂടെ അഫ്ഗാൻ താലിബാൻ ഒരു സന്ദേശം നൽകിയതായി ഖ്വാജ ആസിഫ് പറഞ്ഞു. കാബൂളിലെ ഭരണാധികാരികൾക്ക് പാകിസ്ഥാനിലെ ഭീകരത അവസാനിപ്പിക്കാൻ കഴിയും, പക്ഷേ ഈ യുദ്ധം ഇസ്ലാമാബാദിലേക്ക് എത്തിക്കുക എന്നത് കാബൂളിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്. അതിന് ദൈവത്തിന് സ്തുതി, പാകിസ്ഥാന് പ്രതികരിക്കാൻ പൂർണ്ണ ശക്തിയുണ്ട്, ആസിഫ് എക്സിലെ ഒരു സന്ദേശത്തിൽ പറഞ്ഞു. ഡൽഹിയിൽ അടുത്തയിടെ നടന്ന കാർ സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവാദപരമായ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ആസിഫിന്റെ പുതിയ പരാമർശങ്ങൾ. ചെങ്കോട്ടയ്ക്ക് സമീപം 13 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തെ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനം മാത്രമായി വിശേഷിപ്പിക്കുകയും ഇന്ത്യ ഈ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന ആരോപണം ഉന്നയിച്ചു. ഇന്നലെ വരെ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനമായിരുന്നു അത്. ഇപ്പോൾ അവർ അതിന് ഒരു വിദേശ ഗൂഢാലോചനയായി മുദ്രകുത്താൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ ഉടൻ തന്നെ ഇതിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തും, ഖ്വാജ ആസിഫ് പറഞ്ഞു. ശ്രദ്ധ തിരിക്കാനുള്ള തീവ്ര ശ്രമമാണ് പാകിസ്ഥാന്റേതെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സ്വരത്തിൽ ഇസ്ലാമാബാദിന്റെ അസ്വസ്ഥത പ്രതിഫലിക്കുന്നതായി മുതിർന്ന സുരക്ഷാ വൃത്തങ്ങൾ ഇന്ത്യ ടുഡേയോട്. ഇന്ത്യക്കും പാകിസ്ഥാനും മുന്നറിയിപ്പുമായി വീണ്ടും പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ വാർത്താസമ്മേളനം നടത്തുന്നു. ഭീകരാക്രമണങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയേക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ചൊവ്വാഴ്ച മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്രവാദികളെ അഫ്ഗാൻ ഭരണകൂടം സംരക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ജിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇന്ത്യയ്ക്കും അഫ്ഗാനിസ്ഥാനും ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും തരത്തിലുള്ള സാഹസികതയ്ക്ക് ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.